ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ലോങ് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. അത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റായ നെയ്ച്ചോറും ബീഫ് കറിയുമാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുക്കർ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണയും ഒഴിച്ച് ഗ്രാമ്പും പട്ടയും ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും കറിവേപ്പിലയും ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, മീറ്റ് മസാല ആവശ്യത്തിന്, 1/2 സ്പൂൺ പെരുംജീരകപ്പൊടിയും വൃത്തിയാക്കി വെച്ചിരിക്കുന്ന രമ്പയിലയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മസാല നന്നായിട്ട് പിടിച്ചതിന് ശേഷം അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫും ഇട്ട് ഇളക്കി യോജിപ്പിക്കുക. സ്ലിമ്മിൽ ഇട്ടിട്ട് വേണം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ, അല്ലെങ്കിൽ ബീഫ് അടിയിൽ പിടിച്ച് പോകും. അത് ശ്രദ്ധിക്കണേ. ബീഫ് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വയ്ക്കുക. ഒരു 5-6 വിസിൽ കേൾക്കട്ടെ. ബീഫല്ലേ, നന്നായിട്ട് വേകണം. നമുക്ക് കുറച്ച് പപ്പടവും കൂടെ പൊരിച്ച് വെക്കണം, കുറച്ച് സലാഡിന് അരിയണം. ഇതെല്ലാം നമുക്ക് ചെയ്ത് തീർക്കുമ്പോൾ ഈ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടും. 6 വിസിലടിച്ചിട്ടും ബീഫ് വെന്തിട്ടില്ല. നല്ല മുറ്റിയ ബീഫാണെന്നാണ് തോന്നുന്നത്. നമുക്ക് വീണ്ടും അത് വേവിക്കാൻ വയ്ക്കാം. കുക്കർ അടച്ച് അടുപ്പത്ത് വയ്ക്കാം. വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നേ, അതും കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ 4 വിസിൽ കേട്ടോ. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്കൊന്നുകൂടി ഇത് അടുപ്പത്ത് വെച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം. ബീഫ് നന്നായിട്ട് കുറുകി വരുമ്പോൾ 1 സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ലാസ്റ്റ് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് ഫ്ലെയിം ഓഫാക്കുക. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. ഞാൻ ആദ്യമേ വെള്ളം തിളപ്പിച്ച് വയ്ക്കും. ഞാൻ എങ്ങനെയാണ് പഠിച്ചത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് അടിപൊളി മുന്തിരി നമുക്ക് വറുത്ത് കോരിയെടുക്കാം. നന്നായിട്ട് വറുത്ത് കോരിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇട്ട് വറുത്ത് കോരുക. നന്നായിട്ട് വറുത്ത് കോരിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഗ്രാമ്പും പട്ടയും ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ഇട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് രമ്പയിലയും മല്ലിയിലയും ഇട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയും ഇട്ട് ഇളക്കി യോജിപ്പിക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ അരിയാണ്, അതായത് 2 കപ്പ് അരി. 1 കപ്പിന് 2 ഗ്ലാസ് വെള്ളം വെച്ച് 2 കപ്പ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ്. തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളവും ഒഴിച്ച് സ്ലിമ്മിൽ വെച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അടച്ച് വയ്ക്കുക. നമ്മുടെ റൈസ് അവിടെ കിടന്ന് വേകട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് മോനെ റെഡിയാക്കാം. മോനെ റെഡിയാക്കിയിട്ട് വന്നപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം വെന്തിട്ടുണ്ടായിരുന്നേ. അവനെ സ്കൂളിൽ കൊടുത്തുവിടാനാണ് ചടപടയെന്ന് ഉണ്ടാക്കുന്നത്. 8:15 വണ്ടി വരും. അതിന് മുന്നേ നമുക്കിത് റെഡിയാക്കി ലഞ്ച് ബാഗിൽ കൊടുത്തു വിടണം. സമയം ഒരുപാടായതുകൊണ്ട് വെപ്രാളമായിരുന്നു. പെട്ടെന്ന് കൊടുത്തു വിടാനുള്ള ധൃതി. തുറന്നു നോക്കിയാൽ വെന്തില്ലായിരുന്നു. വീണ്ടും അടച്ച് വെച്ചിട്ട് അവൻ്റെ ടൈം ടേബിൾ നോക്കാൻ മറന്നുപോയി. പെട്ടെന്ന് ഓടിപ്പോയി ടൈം ടേബിളൊക്കെ നോക്കി വെച്ചിട്ട് വന്നപ്പോൾ ഏകദേശം ആയായിരുന്നു. നമുക്ക് മോനിന് യൂണിഫോം ഇട്ട് കൊടുക്കാം. യൂണിഫോമൊക്കെ ഇട്ട് പിന്നെ ടൈക്ക് കെട്ടി ഷൂ ഒക്കെ ഇട്ട് റെഡിയാക്കി ഇരുത്താം. അല്ലെങ്കിൽ ഇവ വീണ്ടും പോയി വെള്ളത്തിൽ കളിക്കും. മൂത്തവർ 2 പേരെ ഞാൻ റെഡിയാക്കേണ്ട ആവശ്യമില്ല. അവർ തന്നെ റെഡിയായിക്കോളും. അവർ വലിയ കുട്ടികളാണ്. അവർക്ക് ഫുഡ് അവർ സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നത്. അവർ മിക്ക ദിവസങ്ങളിലും വീട്ടിൽ നിന്ന് കഴിക്കാറില്ല. രാവിലെ എന്തെങ്കിലും കഴിക്കും, ഉച്ചയ്ക്ക് കഴിക്കാറില്ല. ഉച്ചയ്ക്ക് അവർക്ക് സ്കൂളിൽ നിന്ന് ഫുഡുണ്ട്.
അവർക്ക് പാലും ആഹാരവും കൊടുത്തതിന് ശേഷം അങ്ങനെ നമ്മുടെ ചോറിവിടെ റെഡിയായി. നന്നായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. വെന്തോ നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ടേ. നമുക്ക് കുറച്ച് ഡെക്കറേഷൻ പരിപാടിയുണ്ട്. കുറച്ച് മല്ലിച്ചപ്പും അണ്ടിപ്പരിപ്പ് കിസ്മിസും സവാളയും വറുത്ത് കോരിയും ഇട്ട് 1 മിനിറ്റ് അടച്ച് വയ്ക്കുക. 1 മിനിറ്റ് കഴിഞ്ഞ് അവൻ്റെ ലഞ്ച് ബാഗ് പാക്ക് ചെയ്ത് അവനെ സ്കൂളിൽ വിടാം. അവനെ വിട്ടാലേ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഉച്ചയ്ക്കുള്ള ലഞ്ച് നോക്കാം. നമ്മുടെ ലഞ്ച് ഇതൊക്കെയാണ്. ഇന്നൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ ഉപ്പാൻ്റെ ആണ്ടാണ്. ഉപ്പ എന്ന് പറയുമ്പോൾ ഉമ്മയുടെ വാപ്പയാണ്. എല്ലാവരും ദുആ ചെയ്യണേ.